സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാർക്കെതിരെ കൂടുതൽ മർദ്ദന പരാതികൾ. നേമം മുൻ SI സമ്പത്ത് മർദ്ദിച്ചതായി തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നേമം ഷജീറിന്റെ പരാതി. 7 വർഷത്തിനു ശേഷം കേസെടുത്തെങ്കിലും തുടർ നടപടി ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുയർന്നു. പത്തനംതിട്ട അടൂർ പോലീസിനെതിരെയും കോഴിക്കോട് കുന്നമംഗലം പോലീസിനെതിരെയും സമാന പരാതികൾ ഉണ്ടായി. കുന്നംകുളത്തെയും പീച്ചിയിലെയും മർദ്ദന പരാതികൾക്ക് പുറകെ പോലീസിനെതിരെ കൂടുതൽ പേർ ആരോപണങ്ങളുമായി രംഗത്തെത്തി. സുഹൃത്തിനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിനാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഷജീറിനെ നേമം മുൻ SI സമ്പത്ത് മർദ്ദിച്ചത്. 7 വർഷത്തെ പോരാട്ടത്തിനു ശേഷം കേസെടുത്തെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നും നേമം ഷജീർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മെഡിക്കൽ കോളേജിനകത്ത് അടിയന്തരമായി അതായത് എൻ്റെ വൃക്ഷണത്തിൽ രക്തം കട്ടിപ്പിടിച്ചു, അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ അന്ന് തന്നെ ശസ്ത്രക്രിയ ചെയ്തു. ഞാൻ അന്ന് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തു, പിന്നെ DGPക്ക് പരാതി കൊടുത്തു. പക്ഷെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഏകദേശം 7-8 മാസം മുമ്പ് 7 വർഷത്തിന് ശേഷം മാത്രമാണ് ഒരു FIR പോലും ഇടാൻ ഈ സർക്കാർ തയ്യാറായത് എന്നുള്ളതാണ്. പത്തനംതിട്ട അടൂർ SI അനൂപ് ചന്ദ്രനെതിരെ പരാതിയുമായി റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് രംഗത്തെത്തിയത്. സാമ്പത്തിക തർക്കവുമായി സ്റ്റേഷനിലെത്തിയപ്പോൾ അസഭ്യം പറയുകയും മർദ്ദിച്ചെന്നുമാണ് പള്ളിക്കൽ സ്വദേശി ബാബുവിന്റെ പരാതി. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്ന് ബാബു പറഞ്ഞു. നിരപരാധിയായ ഇത്തരം ആളുകളെ സ്റ്റേഷനിൽ വരുമ്പോൾ അവരുടെ ധരിച്ചിരിക്കുന്ന വസ്ത്രമോ അല്ലെങ്കിൽ അവരുടെ രൂപമോ കണ്ടിട്ട് ഒരു ക്രിമിനൽ എന്നുള്ള രീതി കാണുകയും പെരുമാറുകയും ചെയ്യുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നികൃഷ്ടമായിട്ടുള്ള അതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനിൽ അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കോഴിക്കോട് കുന്നമംഗലത്തും സമാന സംഭവമാണ്. പന്തീർപ്പാടം സ്വദേശി സലീമിനാണ് ക്രൂരമർദ്ദനമേറ്റത്. അവർ 2 ലാത്തിയും കുത്തനെ പിടിച്ച് എന്റെ കാലിന്റെ അപ്പൻ വിരലിന് അമർത്തിപ്പിടിച്ച്, എന്നിട്ട് എനിക്ക് വേദന ആകുന്നുണ്ടോ നോക്കി മുഖത്തേക്ക്. അതും പുറമെ അവരെ ഷൂ കൊണ്ട് എൻ്റെ 2 കാലിന്റെയും 2 ഇടത് കാലിന്റെയും വലത് കാലിന്റെയും ഭാഗത്ത് ചവിട്ടി. യൂത്ത് കോൺഗ്രസ് സമരത്തിനിടെ തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദിന് ലാത്തിചാർജിൽ കണ്ണിന് ഗുരുതര പരിക്കേറ്റതിലും നടപടിയില്ല. പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ഉത്തരവിട്ടിട്ടും നടപടിയെടുത്തില്ല. ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കി വരും ദിവസങ്ങളിലും കൂടുതൽ പരാതികൾ പുറത്തു വന്നേക്കുമെന്നാണ് സൂചന. മീഡിയ 1 തിരുവനന്തപുരം.